വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്റർ നിങ്ങളെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോർ എ ബ്രൈറ്റർ ടുമാറോ, മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. നമ്മളതിൻ്റെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രധാനപ്പെട്ട 6 ക്വസ്റ്റ്യൻസുകളായിരുന്നു ഇട്ടത്. അഥവാ ആ 1ാമത്തെ പാർട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെയായിരുന്നു നിങ്ങളെ ഞാൻ 1ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ അവർ ഡെയിലി ലൈഫ് ഡ്യൂ ടു ദ പ്രോഗ്രസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണം. നമ്മൾ 1ാമത്തെ പാർട്ട് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് നമുക്ക് ബാക്കി എടുക്കണം. അതുകൊണ്ട് ഇത് മലയാളം മീഡിയക്കാർ ഇത്ര എഴുതിയെടുക്കണം കേട്ടോ. 2ാമത്തെ ചോദ്യം, വൈ ഡു വി ഈറ്റ് ഫുഡ്, എന്തിനാണ് നാം ആഹാരം കഴിക്കുന്നത്, അതിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ഇവിടെ ഉണ്ട് കേട്ടോ. 3ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി അഫക്റ്റ് അവർ ഫുഡ് ഹാബിറ്റ്. ചോദ്യം കണ്ടോ ഇംഗ്ലീഷ് മീഡിയക്കാർ അതിൻ്റെ ആൻസർ ഇത്രയും എഴുതുക കേട്ടോ. അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മുടെ ആഹാരശീലങ്ങളെ എപ്രകാരമാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്നത് കണ്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ അത്ര എഴുതുക, മലയാളം മീഡിയക്കാർ ഇത്ര എഴുതുക. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മൾ 1ാമത്തെ പാർട്ടിൽ ഇട്ടാ കേട്ടോ, അതുകൊണ്ടാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബ്ലംസ് വിത്ത് ഈറ്റിംഗ് വൈൽ എൻജോയിങ് ടി വി ഷോ. ടി വി പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് പ്രശ്നം, എന്തൊക്കെയായിരിക്കും അവിടെ. ഒരു 4 പോയിന്റ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. ടി വി പരിപാടി കാണുമ്പോൾ ഈ 4 പോയിന്റും എഴുതിയെടുക്കണം. മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത 5ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സുകൾ അല്ലെ, അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് അല്ലെ, ഏതൊക്കെയാണ്. അതിൻ്റെയും 5 പോയിന്റ് എഴുതിയിട്ടുണ്ട്. റീയൂസ് ഓഫ് കുക്കിംഗ് ഓയിൽ കണ്ടോ, ഹൈ കൺസംഷൻ ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് കണ്ടോ, 5 എണ്ണം. ഓക്കെ ആണല്ലോ. അടുത്ത 6ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പ്രോബ്ലംസ് വിത്ത് ഈറ്റിംഗ് ഫുഡ് ഐറ്റംസ് യു ലവ് ടു ഈറ്റ് റെഗുലർലി. നമുക്ക് ഇഷ്ടമുള്ളപ്പെടുന്ന ഭക്ഷണങ്ങൾ ഡെയിലി എന്ന് വെച്ചാൽ എന്നും അത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ശീലമാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് കണ്ടോ. 3 പോയിന്റ് അതിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട്. മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. ഞാൻ വായിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. 6 ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഒരു പാർട്ടിൽ ഇട്ടതാവും. നിങ്ങളെ ഫസ്റ്റ് പാർട്ടിൽ ഈ 6 എണ്ണവും ഇട്ടതാണ്. ടെസ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ അന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം എഴുതിയത്. ഓക്കെ ആണോ. ഇനി നമ്മൾ 7ാമത്തെ ചോദ്യമാണ് പാർട്ട് 2 ഇടുന്നത്. അതായത് നമ്മുടെ ടെസ്റ്റിനകത്തിലെ ഹൈറ്റ്, വെയിറ്റ്, ഉയരവും തൂക്കവും എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിനകത്തുള്ളൊരു കണക്കുൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് BMI എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാനുണ്ട് കേട്ടോ. BMIയുടെ ഫുൾ ഫോം ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ്. അതിൻ്റെ നോട്ട് ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ടോ കുഞ്ഞില്ലേ, അപ്പം നമുക്ക് അതൊന്ന് നോക്കി അങ്ങ് പോവാം. നോക്കിയേ, ഡസ് ഈറ്റിംഗ് മോർ ഫുഡ് ലീഡ് ടു ബെറ്റർ ഹെൽത്ത്. നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ്. ഡസ് ഈറ്റിംഗ് മോർ ഫുഡ് ലീഡ് ടു ബെറ്റർ ഹെൽത്ത്. നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുമോ? നോ. ഉണ്ടാകുമോ? വയർ നിറച്ച് ഇങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമോ? ഇല്ല, ലഭിക്കില്ല. അടുത്ത, വൺ ഓഫ് ദ മെത്തേഡ് ടു ചെക്ക് ഗ്രോത്ത് ഈസ്. വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് നല്ലപോലെ നോക്കണേ നിങ്ങളെ. വൺ ഓഫ് ദ മെത്തേഡ് ടു ക്ലിക്ക് ഗ്രോത്ത് ഈസ് കേട്ടോ. നമ്മുടെ വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ഏതാ? ഉയര തൂക്ക പരിശോധന. എൻ്റെ മലയാളം നോക്കിയേ, ഉയര തൂക്ക പരിശോധന, ബോഡി മാസ് ഇൻഡെക്സ്. BMIയുടെ ഫുൾ ഫോം ചോദിക്കും കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BMI, ഹൗ ഡു കാൽക്കുലേറ്റ് ഇറ്റ്. ഇനി അത് വെച്ചുള്ള കണക്കുണ്ട്. അപ്പം നമ്മൾ ഇത് ഇക്വേഷൻ വെച്ച് തന്നെ പോണേ. BMI എന്നാൽ എന്ത് കേട്ടോ, അതിൻ്റെ ഫുൾ ഫോം. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളെ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. BMI കണക്കാക്കുന്നത്, BMI എന്ന് വെച്ചാൽ ഫുൾ ഫോം നമുക്കറിയാം, ഉയര തൂക്ക പരിശോധന, ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ്. അത് കാണാൻ നമുക്ക് വെയിറ്റ്, ഏതൊരാടെയും വെയിറ്റ് ഇപ്പം നോക്കാൻ മെഷീൻ ഉണ്ട് അല്ലേ, ആ വെയിറ്റ് ബൈ ഹൈറ്റിൻ്റെ സ്ക്വയർ, അതായത് ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ചാൽ ഹൈറ്റിൻ്റെ സ്ക്വയർ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൈറ്റ് സ്ക്വയർ എന്നോ അല്ലെ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം കേട്ടല്ലോ. ഓക്കെ ആണോ? മനസ്സിലാക്കണേ നിങ്ങളെ. BMI കാണുന്നതിനുള്ള ഇക്വേഷൻ, കാരണം നമുക്ക് ഇപ്പം നമ്മൾ കണക്ക് ചെയ്യാൻ പോവുകയാണ്. വെയിറ്റ് ബൈ ഭാരം ഉണ്ടല്ലോ, ഭാരം ഡിവൈഡ് അല്ലെ ഭാഗം ഉയരം ഇൻറ്റു ഉയരം അല്ലെ ഉയരത്തിൻ്റെ സ്ക്വയർ, 2 വട്ടം ഉയരം ഗുണിക്കണമെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം തൊട്ട് താഴെ നോക്കിയേ, നമ്മുടെ ടെസ്റ്റിലൊരു ചോദ്യമാണത്. ഫസ്റ്റ് നമ്മുടെ ടെസ്റ്റിൽ ഉണ്ട് 2 കുട്ടികളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ കേട്ടോ.
ഒരു ഒന്നാമത്തെ കുട്ടി നോക്കിയേ വലിയ വണ്ണം ഒന്നുമില്ലാത്ത ഒരു കുട്ടി. രണ്ടാമത്തെ കുട്ടിയെ നോക്കിയേ നല്ല ഒബിസിറ്റി എന്നാട്ടോ, ഫാറ്റ് എന്ന് വെച്ചാൽ ഓവറായിട്ട് ഇങ്ങനെ വണ്ണം ഇരിക്കുന്ന കുട്ടികളെ നമ്മൾ ഒബിസിറ്റി കേട്ടോ, അതിനെക്കുറിച്ച് അമിത വണ്ണം നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നോക്കിയോ, ഈ രണ്ട് കുട്ടികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് ഒന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതാണ് ഓർക്കേണ്ടത്. അപ്പം ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ചൈൽഡ് ഹാസ് 25 kg വെയിറ്റ്. ഒന്നാമത്തെ കുട്ടിക്ക് 25 കിലോ വെയിറ്റും 120 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ്. ചോദ്യം കേട്ടോണേ, ഒന്നാമത്തെ ആ കുട്ടിക്ക് 25 കിലോ വെയിറ്റും ഉണ്ട്, 120 സെൻറ്റിമീറ്റർ ഹൈറ്റുമുണ്ട്. വാട്ട് ഈസ് ഹിസ് BMI? അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ BMI കണക്കാക്കാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ നമുക്കറിയാം BMI കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്താ? വെയിറ്റ് ബൈ ഹൈറ്റിൻ്റെ സ്ക്വയർ. ഒന്നുകിൽ നമുക്ക് ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? അടുത്തത്, അപ്പം നമുക്കിവിടെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് എത്ര? 25 കിലോ വെയിറ്റും 120 സെൻറ്റിമീറ്റർ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്തുകൂടായോ? കാരണം എന്താ, 25 കിലോ വെയിറ്റ് അല്ലേ, 25 ഇവിടെ തന്നിരിക്കുന്നത്. 25 കിലോ അതിന് മുമ്പേ നിങ്ങൾക്ക് നമ്മുടെ ഈ ചോദ്യം സെൻറ്റിമീറ്ററിലാണോ മീറ്ററിലാണോ തന്നേക്കുന്നതെന്നൊക്കെ നോക്കണം കേട്ടോ. എന്താ, സെൻറ്റിമീറ്ററിലാണോ മീറ്ററിലാണോ നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, ഹൈറ്റ് മീറ്ററിലാണ്. മീറ്റർ ഹൈറ്റ് എന്നിട്ട് ബ്രാക്കറ്റിൽ മീറ്റർ കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഹൈറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്? 120 സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, ഹൈറ്റ് എന്താക്കണം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. മീറ്ററിൽ ഇവിടെ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 120 സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഈ സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്താക്കണം? മീറ്ററിലോട്ട് മാറ്റണം. എങ്ങനെ? ക്വസ്റ്റ്യൻ സെൻറ്റിമീറ്ററിലാണ്, നമ്മൾ അതിനെ മീറ്ററിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എത്ര പൂജ്യം ഉണ്ട്? എന്താ സെൻറ്റിമീറ്റർ? 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ. അറിയാം അതൊക്കെ. 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 120 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എത്ര? 120 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളെ? അപ്പം എത്രയായിരിക്കും? 1 മീറ്ററും എത്ര? 20 അല്ല 1 മീറ്ററും 20 സെൻറ്റിമീറ്ററുമായിരിക്കും. 1 മീറ്ററും 20 സെൻറ്റിമീറ്ററുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ എത്ര ആണോ, സെൻറ്റിമീറ്റർ എത്ര ആണോ, എത്രയോ ആയിക്കോട്ടെ, 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി കേട്ടോ. 120 അല്ലേ, 120ൻ്റെ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. മനസ്സിലായോ? മീറ്ററിനെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ തന്നിരിക്കുന്ന എത്ര സെൻറ്റിമീറ്റർ ആണോ ആ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി കേട്ടോ. ഇവിടെ 120 ആയതുകൊണ്ട് കുത്തിടുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ടാണ്, ലെഫ്റ്റിലോട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുക. ഇപ്പം നമ്മളോട് 175 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 175 സെൻറ്റിമീറ്റർ ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി? 2 സ്ഥാനം മാറ്റി 1.75. മനസ്സിലായോ? 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതിയെന്ന്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര കിട്ടി? മീറ്ററിലോട്ട് നമ്മളത് മാറ്റി. ക്വസ്റ്റ്യൻ സെൻറ്റിമീറ്ററിലാണ്, നമ്മളത് മീറ്ററിലോട്ട് മാറ്റി. അപ്പോൾ ഇനി BMI കാണുന്ന ഇക്വേഷൻ എഴുതാമല്ലോ. എന്താ? വെയിറ്റ് ബൈ ഹൈറ്റിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ H ഇൻറ്റു H. അപ്പോൾ ഇവിടെ 25/1.20 ഇൻറ്റു 25/1 എന്ന് വെച്ചാൽ എന്താ വെയിറ്റ് അല്ലേ? ഇത് വേണ്ട, 25/1.20 എന്ന് വെച്ചാൽ ഹൈറ്റ് 2 വട്ടം 1.20 ഇൻറ്റു 1.20 25/1.20 ഇൻറ്റു 1.20 എന്ന് വെച്ചാൽ 12 ഇൻറ്റു 12 144 പിന്നെ ആ 0 എത്ര? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അപ്പോൾ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ 1.44 കേട്ടോ. അപ്പം 25/1.44 എന്ന് പറയുന്നത് എത്ര വരും? 17.4 എന്ന് വരും. 17.4 ചെയ്യാനറിയാമോ? ചെയ്ത് കാണിക്കണോ? അപ്പോൾ നോക്കിയോ നിങ്ങളെ, നമ്മൾ 25/1.44 ഡിവൈഡ് ചെയ്യുമ്പോൾ 17.361 എന്നും പറഞ്ഞ് വരും
കേട്ടോ. നമ്മളതിൻ്റെ ഈ പോയിന്റ് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിന്റ് കഴിഞ്ഞിട്ട് ഈ 3ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി ഇവിടെ അങ്ങ് 4 കാണിച്ചാൽ മതി. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കാണിച്ചാൽ മതി കേട്ടോ. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കേട്ടോ 17.3.6.1.1.1 എന്നും പറഞ്ഞ് ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 അങ്ങ് 4 എഴുതിയാൽ മതി കേട്ടോ. അതാണ് എളുപ്പം, ചെയ്യാൻ എളുപ്പം. ഇനി അത് ഫസ്റ്റ് ചൈൽഡിൻ്റെ ആണ് 17.4 എന്ന് വന്നത്. ഇനി സെക്കൻഡ് ചൈൽഡിൻ്റെ വെയിറ്റ് 45 കിലോയാണ്, ഹൈറ്റ് 125 അതും എന്താണ്, സെൻറ്റിമീറ്ററിലാണ് ഹൈറ്റ് തന്നിരിക്കുന്നത്. ഹൈറ്റ് സെൻറ്റിമീറ്ററിലാണോ നമ്മൾ എടുക്കുന്നത്? അല്ല. അപ്പോൾ എന്ത് ചെയ്തു, അതും മീറ്ററിലോട്ട് മാറ്റി. 125 ഡിവൈഡ് 100 അല്ലേ. അപ്പോൾ എത്ര, 1.25 മീറ്ററിലോട്ട് അതും മാറ്റി. ഇനി BMI കാണുന്നുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ വെയിറ്റ് ബൈ h² ആണ്. h² എന്ന് വെച്ചാൽ h × h. അവിടെ നമുക്ക് വെയിറ്റ് രണ്ടാമത്തെ കുട്ടിയുടെ 45 ബൈ 1.25 × 1.25. അപ്പം നമുക്ക് 125 × 125 എത്ര, 156225 എന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങനെ അങ്ങ് പോകും. അപ്പം നമ്മൾ 1 2 3 4 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. 1 2 3 4 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 1.5625 എന്ന് വരും. അപ്പോൾ അതിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു അപ്രോക്സിമേറ്റ് 28.8 എന്ന് എടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് നമ്പറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് കഴിഞ്ഞിട്ട് ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ 2 കുട്ടിയുടെയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഫസ്റ്റ് കുട്ടിയുടെ എത്ര കിട്ടി, ഫസ്റ്റ് കുട്ടിയുടെ എത്ര കുഞ്ഞുങ്ങൾ 17.4 കിട്ടി, സെക്കൻഡ് കുട്ടിയുടെ 28.8 കിട്ടി. കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചേക്കുന്ന ഈ ചോദ്യം നോക്കിയേ, BMI കൊടുത്തേക്കുന്നത് 18.5, അതെന്ന് പറയുന്നത് അണ്ടർ വെയ്റ്റ് ആണ് കണ്ടോ. ഇനി 18.5-നും 24.9-നും ഇടയിലാണെങ്കിൽ അത് നോർമൽ വെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന നോക്കിയേ 17.4 ഇവിടെ ഫസ്റ്റ് കുട്ടിയുടെ വന്നത്. ഫസ്റ്റ് കുട്ടിയുടെ ആണ് ഇവിടെ നോക്കിയേ 18.5 ആണെങ്കിൽ അത് അണ്ടർ വെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ, സാധാരണ ഇതിൽ താഴെയാണ്, സാധാരണ ആ കുട്ടിക്ക് വേണ്ടുന്ന വെയിറ്റിൽ താഴെയാണ്. 18.5-നും 24.9-നും ഇടയിലാണെങ്കിൽ അത് നോർമൽ വെയിറ്റ് ആണ്. 25-നും 29.9-നും ആണെങ്കിൽ അത് ഓവർ വെയിറ്റ് ആണ് കേട്ടോ, ഓവർ വെയിറ്റ് ആണ്. 30-നും 34.9-നും ഇടയിലാണെങ്കിൽ അത് ഒബിസിറ്റിയാണ് അല്ലേ, അമിതവണ്ണമാണ്, ഓവർ വെയിറ്റ്. 35.39.9 ആണെങ്കിൽ അത് ഒബിസിറ്റിയുടെ സെക്കൻഡ് സ്റ്റേജ് ആയി. എന്ന് വെച്ചാൽ വണ്ണം കൂടി 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 അങ്ങ് വീർത്ത് വരിക. ഇനി എബവ് 40 ആണെങ്കിലോ ഒന്നും പറയണ്ട അല്ലേ, തേർഡ് സ്റ്റേജ് ആയി, ഒബിസിറ്റിയുടെ തേർഡ് സ്റ്റേജ് ആയി. വണ്ണം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നപ്പോൾ എത്ര, 18.5-നും 24.9-നും ഇടയിൽ വരണം. നമ്മൾ ഈ പറഞ്ഞ രീതി വെച്ച് പറഞ്ഞാൽ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ചൈൽഡ് 25 കിലോ വെയിറ്റും 120 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ്. സെക്കൻഡ് കുട്ടി 45 കിലോയും 125 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടിയ ആൻസർ നമ്മളിപ്പോൾ പറഞ്ഞത് 17.4-ഉം 28.8-ഉമാണ് ആ 2 കുട്ടികളുടെയും വന്നത് അല്ലേ. 17 അപ്രോക്സിമേറ്റ് ആണ് എടുത്തേക്കുന്നത്, 28.8-ഉം വന്നു കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ ചോദ്യങ്ങൾ അവർ താഴെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ, വാട്ട് ആർ യുവർ ഇൻഫറൻസ്, നിങ്ങളുടെ നിഗമനം അതിനകത്ത് എഴുതാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ട് ആർ യുവർ ഇൻഫറൻസ്, നിങ്ങളുടെ നിഗമനം എന്താണ്. ഫസ്റ്റ് ചൈൽഡ് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടിയുടെ നമുക്ക് കിട്ടിയത് 17.4 ആണ്. 17.4 എന്ന് പറയുന്ന ഇതിനകത്ത് നോക്കിയേ 18.5 ആയി തന്നെ അണ്ടർ വെയിറ്റാണ് അല്ലേ. ആ സാധാരണ വെയിറ്റ് വേണ്ടുന്ന അത്രയും വെയിറ്റ് ആ കുട്ടിക്ക് ഇല്ല, അണ്ടർ വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 17.4 എന്ന് വെച്ചാൽ കുട്ടി അണ്ടർ വെയിറ്റ് ആണ്, അതിന് ആവശ്യത്തിനുള്ള ഭാരമില്ല, വെയിറ്റ് ഇല്ല അല്ലേ, കുറഞ്ഞ ഭാരമാണ്. സെക്കൻഡ് കുട്ടിയുടെയോ നമുക്ക് 28.8 കിട്ടിയത് അല്ലേ. 28.8 എന്ന് പറയുന്നത് നോക്കിക്കേ, 25-നും 29-നും ഇടയിലാണ് 28. അതെന്താ, ഓവർ വെയിറ്റ് ആണ്. ഓവർ വെയിറ്റ് എന്ന് വെച്ചാൽ അധിക ഭാരം അല്ലെ, അമിതവണ്ണമാണ് അല്ലേ, ഓവർ വെയിറ്റ് ആണ്. മനസ്സിലായോ? അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അടുത്ത ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് നമ്മളോട് ചോദിച്ച ടെസ്റ്റിലെ ചോദ്യമാണ്. ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് ആദ്യം എന്താണ്, ചൈൽഡ് 1 ഒന്നാമത്തെ കുട്ടിക്ക് അണ്ടർ വെയിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാവും നിങ്ങളെ, ദിസ് ചൈൽഡ് വെയിറ്റ് ഈസ് ലെസ് ദാൻ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ഹിസ് ഹൈറ്റ്. ആ കുട്ടിയുടെ വെയിറ്റ് അല്ലേ, എത്ര വെയിറ്റ് ഉണ്ടോ അതിനേക്കാൾ അതിൻ്റെ ഭാരം, ആ ആവശ്യത്തിനുള്ള വെയിറ്റിനേക്കാൾ ഭാരം അതിന് കുറവാണ്. എത്ര ഹൈറ്റ് ഉണ്ടോ അതിനനുസരിച്ച് വെയിറ്റ് വേണമെന്നല്ലേ വേണ്ടത്.
എത്ര നമുക്ക് ഹൈറ്റ് ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് വെയിറ്റ് വേണമെന്ന്. അപ്പോൾ അതെന്താ ആ കുട്ടിക്ക് ഇല്ല എന്ന് അല്ലേ? എത്ര ഹൈറ്റ് ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് അതിന് വെയിറ്റ് ആ കുട്ടിക്ക് ഇല്ല, ലെസ് ദാൻ, കുറവാണ്. അതിൻ്റെ റീസൺ എന്താ? എന്തുകൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചതെന്നൊരു ചോദ്യമുണ്ട്. പുവർ ന്യൂട്രീഷൻ, പോഷകാഹാരം ആ കുട്ടിക്ക് നല്ലപോലെ ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ്. പുവർ ഗ്രോത്ത്, വളർച്ചക്കുറവുണ്ട്. ഫ്രീക്വൻറ്റ് ഇൽനെസ് അല്ലേ, എന്ന് വെച്ചാൽ ആവർത്തിച്ച് വരുന്ന രോഗങ്ങൾ. ഫ്രീക്വൻറ്റ് ഇൽനെസ് എന്ന് വെച്ചാൽ കുട്ടിക്ക് എന്നും രോഗങ്ങളൊക്കെ എന്തെങ്കിലും കാണും, അതിനെന്താ വണ്ണം വെക്കാത്തത്. ദീസ് ഇൻഡിക്കേറ്റ് ഇതുകൊണ്ട് ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് കണ്ടോ, ഈ റീസൺ ഇത്രയും പറഞ്ഞല്ലോ, ഇതുകൊണ്ട് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആ കൊച്ചിന് ഇതെല്ലാം പോഷകക്കുറവിൻ്റെ ലക്ഷണമാണ്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? മാൽ ന്യൂട്രിഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ എന്താ നിങ്ങളെ പോഷകക്കുറവ്, മാൽ ന്യൂട്രിഷൻ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ ശരീരത്തില്ല. മാൽ ന്യൂട്രിഷൻ എന്ന് പറയും ഇംഗ്ലീഷ് മീഡിയക്കാരെ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളോട് ചോദ്യം ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ്. ചൈൽഡ് 1 ആദ്യത്തെ കുട്ടിക്ക് അണ്ടർ വെയിറ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ചൈൽഡ് 2 എന്ന് വെച്ചാൽ ഓവർ വെയിറ്റ്. എന്താ ഓവർ വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അധിക ഭാരം അല്ലേ? ദ ചൈൽഡ് വെയിറ്റ് ഈസ് മോർ ദാൻ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ഹിസ് ഹൈറ്റ്. ആ കുട്ടിയുടെ പൊക്കത്തിനനുസരിച്ചുള്ള ഭാരത്തിനേക്കാൾ കൂടുതൽ അതിന് ഭാരമുണ്ട്. നമുക്ക് പൊക്കത്തിനനുസരിച്ച് ഏത് കുട്ടിക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് വെയിറ്റ് വരണം. പക്ഷേ ഇവിടെ ആ കുട്ടിയുടെ പൊക്കത്തിനനുസരിച്ച് അല്ലെ ഹൈറ്റിനനുസരിച്ചുള്ള ഭാരത്തേക്കാൾ കൂടുതൽ ആ കുട്ടിക്ക് ഭാരമുണ്ട് അല്ലേ? ഉദ്ദേശിച്ചതിനെക്കാട്ട് കൂടുതൽ ഭാരമുണ്ട്. അപ്പോൾ റീസൺ എന്താണ്? ഈറ്റിംഗ് ടു മച്ച് ഫുഡ്, കൂടുതൽ അത് ആഹാരം കഴിക്കുന്നു. ജങ്ക് ഫുഡ്, ഓയിലി ഫുഡും ഒക്കെ എണ്ണ അടങ്ങിയ ആഹാരവും ജങ്ക് ഫുഡും ഒക്കെ അതിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമത്തിൻ്റെ കുറവുണ്ട്. ദീസ് ഇൻഡിക്കേറ്റ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. ഇത് സൂചിപ്പിക്കുന്നത് അനാരോഗ്യകരമായ ജീവിതശൈലിയാണ് അല്ലേ? ആവശ്യമില്ലാതെ ഫുഡ് കാണുന്നത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന എല്ലാം കഴിച്ച് വീർത്ത് അല്ലേ ഓവർ വെയിറ്റ് ആവുന്നത്. അപ്പം അതിൻ്റെ റീസണും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുഞ്ഞത് നോക്കി എഴുതുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. എന്താണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് രണ്ടാമത്തെ പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഓവർ വെയിറ്റ്. രണ്ടാമത്തെ വെയിറ്റ് ഇല്ലാത്തതിന് മാൽ ന്യൂട്രീഷൻ ആണ് അല്ലേ? പോഷകക്കുറവ് കൊണ്ടാണ് ആ കുട്ടിക്ക് അത്രയും വളർച്ച കുറവ് വരുന്നത്. മനസ്സിലായോ? അത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. അതങ്ങ് എഴുതിയെടുക്കണേ, അത് ടെസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. അടുത്തത് എന്താണ്ട് വാട്ട് ഈസ് മീൻ ബൈ ഒബിസിറ്റി. അതിനകത്തിൽ ഒബിസിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കിക്കേ, ഒബിസിറ്റി എന്ന് വെച്ചാൽ 30-നും 34-നും ഇടയിലെങ്കിൽ ഒബിസിറ്റി എന്ന് വെച്ചാൽ പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്നാണ് പറയുന്നത്. ഒബിസിറ്റി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബോഡി വെയ്റ്റ് ഈസ് എക്സസ് ദാൻ ദ നോർമൽ. ദീസ് മേ ലീഡ് ടു ഇൽനെസ്. അണ്ടർ വെയ്റ്റ് ആൾസോ ഇൻഡിക്കേറ്റ് അൺഹെൽത്തി കണ്ടീഷൻസ്. ശരീരഭാരം സാധാരണയിൽ കൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. ഇത് രോഗാവസ്ഥയിലേക്ക് നമ്മളെ നയിച്ചേക്കാം. ഭാരക്കുറവും രോഗാവസ്ഥയാണ് കാണിക്കുന്നത്. നമുക്ക് ഭാരമില്ല എന്ന് പറയുന്നതും നമ്മുടെ ഒരു രോഗത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ഒബിസിറ്റി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബോഡി വെയ്റ്റ് ഈസ് എക്സസ് ദാൻ ദ നോർമൽ. ഒബിസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം സാധാരണയിൽ കൂടുതൽ അവസ്ഥയിൽ കാണപ്പെടുന്നതിനെ കേട്ടോ. അതാ ഒബിസിറ്റി എന്നാൽ എന്താ അല്ലേ? പൊണ്ണത്തടി അല്ലെ അമിതവണ്ണം എന്നാൽ എന്തെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി വാട്ട് ഈസ് ദ സൊല്യൂഷൻസ് ഫോർ അണ്ടർ വെയ്റ്റ്? ഭാരക്കുറവുണ്ടെങ്കിൽ നമുക്ക് എന്ത് പരിഹാരം ചെയ്യണമെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമാണ്. നമുക്ക് ഭാരക്കുറവും ഭാരക്കൂടുതലും 2 പിള്ളേരുടെയാണ് പറഞ്ഞത് അല്ലേ? 2 കുട്ടികളെ കുറിച്ച് കാണിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഭാരക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാലേ നമുക്കത് അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണുമല്ലോ അല്ലേ? എന്ത് പരിഹാരമാണ് അവിടെ? അതായത് കൺസൾട്ട് എ ഗുഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ലേ? എന്ന് വെച്ചാൽ ഒരു നല്ല ആരോഗ്യ പരിപാലക വിദഗ്ധനുമായിട്ട് ഒന്ന് കൂടി ആലോചിക്കുക. നല്ലൊരു ഡോക്ടറെ കാണുക, അതാണ് നല്ലത് അല്ലേ? കൺസൾട്ട് എ ഗുഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, നല്ല ആരോഗ്യ പരിപാലക വിദഗ്ധനുമായിട്ട് കൂടി ആലോചിക്കുക. ടേക്ക് എ മോർ ന്യൂട്രീഷ്യൻസ് ഫുഡ് അല്ലേ? ന്യൂട്രിയസ് ഫുഡ്, കൂടുതൽ പോഷകാഹാരങ്ങൾ കഴിക്കുക. ടേക്ക് എ സ്യൂട്ടബിൾ ഫിസിക്കൽ എക്സർസൈസ് വിത്ത് ദ ഗൈഡൻസ് ഓഫ് എ ട്രെയിനർ. നമ്മൾ എക്സർസൈസ് ചെയ്യുക, ശരീര വ്യായാമം ചെയ്യുക. ഏതെങ്കിലും നല്ല വിദഗ്ധൻ്റെ സാന്നിധ്യത്തിൽ നല്ല ട്രെയിനിങ് നല്ല വിദഗ്ധൻ്റെ സഹായത്താൽ എന്ത് ചെയ്യുക? ശരീര വ്യായാമം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരക്കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹാരമായിട്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ഭാരം കൂടുതലാണെങ്കിലോ? നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുതലാണെന്ന് വെച്ചോ, അപ്പോഴും ഇതൊക്കെ തന്നെ അല്ലേ? ഭാരം കൂടുതലുണ്ടെങ്കിൽ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ടേക്ക് ബാലൻസ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കുക കേട്ടോ. സൊല്യൂഷൻസ് ഫോർ ഓവർ വെയ്റ്റിൻ്റെയാണ്. ഓവർ വെയ്റ്റിന് എന്ത് സൊല്യൂഷനാണെന്ന് ചോദിച്ചാൽ ഭാരം കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ടേക്ക്, സമീകൃത ആഹാരം കഴിക്കുക. അതുപോലെ ടേക്ക് എക്സർസൈസ് റെഗുലർലി, അനുയോജ്യമായ ശാരീരിക വ്യായാമം നമ്മൾ ചെയ്യുക. ടേക്ക് എക്സർസൈസ് റെഗുലർലി. 14 ഓക്കെ ആണോ? അടുത്ത 15ാമത്തെ ചോദ്യം, ഇഫ് ദ വെയിറ്റ് ഈസ് നോർമലോ വാട്ട് ഷുഡ് ബി ഡൺ? ശരിയായ ഭാരമാണെങ്കിൽ
അത് നമ്മൾ ഇപ്പം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ, ഓവർ വെയിറ്റ് ആണെങ്കിലും നോർമൽ വെയിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലെങ്കിലും അണ്ടർ വെയിറ്റ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡെയിലി എക്സർസൈസ് ചെയ്യണം, നല്ല ഡോക്ടർമാരെ കാണിക്കണം, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ നോർമൽ വെയിറ്റ് ആണ്, ശരിയായ ഭാരമാണ്, അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സാധാരണ ഭാരം നിലനിർത്തണമെങ്കിൽ കണ്ടിന്യൂ ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ്, അതുപോലെ ഡു റെഗുലർ എക്സസൈസ്, ഗെറ്റ് പ്രോപ്പർ സ്ലീപ്പ്, മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈല്. നമ്മൾ സമീകൃത ആഹാരങ്ങൾ കഴിക്കുന്നത് തുടരുക, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അത് കഴിക്കുക, പതിവായിട്ട് വ്യായാമം ചെയ്യുക, ശരീരത്തിന് വ്യായാമം ചെയ്യുക, ശരിയായ രീതിയിൽ ഉറങ്ങുക അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഇനി അടുത്ത പാർട്ടിൽ അതാണ്, ഉറക്കത്തെക്കുറിച്ചാണ്. ശരിയായിട്ട് ഉറങ്ങുക, ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുക, മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലേ, റെഗുലർ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലേ, ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുക. ചോദ്യം ഓരോന്നും നോക്കണേ. ഒരു മെയിൻറ്റെയിൻ നോർമൽ വെയിറ്റ് അല്ലേ, ഒരു സാധാരണ ഭാരം നമ്മൾ എങ്ങനെ നിലനിർത്തണമെന്ന്. ഇനി ഗുഡ് ഫുഡ് ഹാബിറ്റ് നമ്മുടെ ടെസ്റ്റിൽ അത് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഗുഡ് ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് നോക്കിക്കേ. ഗുഡ് ഫുഡ് ഹാബിറ്റുകൾ ഏതൊക്കെയാണ്, കുറേ എണ്ണം നമുക്ക് തന്നിട്ട് ഇതിനകത്തിൽ വേണ്ടുന്ന അല്ലേ മാർക്ക് എഗെയിൻസ്റ്റ് ഗുഡ് ഫുഡ് ഹാബിറ്റ് ഏതാണെന്ന് ടിക്ക് കൊടുക്കാനാണ്. ഫസ്റ്റ് നോക്കൂ നിങ്ങൾ, ഈറ്റിംഗ് ഓൺ ടൈം എന്ന് വെച്ചാൽ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നു. അതെ, കറക്റ്റാണ്, അത് ശരിയാണ്, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. ഈറ്റിംഗ് ടൂ മച്ച്, അമിതമായി ഭക്ഷണം കഴിക്കുന്നു, അമിതമായി ഭക്ഷണം കഴിക്കരുത് അല്ലേ, ആവശ്യത്തിന് മാത്രം. ഈറ്റിംഗ് സം ഫുഡ് ഐറ്റംസ് റെഗുലർലി, ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നത് ശരിയാണോ, അല്ല, തെറ്റാണ്. ഈറ്റിംഗ് ദ സെയിം ഫുഡ് ഐറ്റംസ് റെഗുലർലി, എന്നും നമ്മൾ ഈ ഒരേ ഭക്ഷണം തന്നെ ഈറ്റിംഗ് ടൂ മച്ച് എന്ന് വെച്ചാൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അത് പറ്റില്ല. ഈറ്റിംഗ് ദ സെയിം ഫുഡ് ഐറ്റംസ് റെഗുലർലി അല്ലേ, ഒരേ ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ എന്നും കഴിക്കുന്നത് ശരിയാണോ, ഒരേ ഭക്ഷണങ്ങൾ തന്നെ എന്നും കഴിക്കുന്നത് അല്ല. അതുപോലെ ഈറ്റിംഗ് ഫ്രീക്വൻലി, ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നത് ശരിയാണോ, അല്ല. ഇൻക്ലൂഡിങ് പ്ലെൻറ്റി ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലീഫി വെജിറ്റബിൾസ് ഡയറ്റ്, നമ്മൾ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് അത് നല്ലതാണ് കേട്ടോ, അത് നല്ലതാണ്. ഈറ്റിംഗ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഫുഡ്, ആവശ്യമായ അളവിൽ ആഹാരം കഴിക്കുന്നു, ആവശ്യമായ അളവിൽ ആഹാരം കഴിക്കണം, ശരിയാണ്. ഈറ്റിംഗ് വൈൽ വാച്ചിങ് ടെലിവിഷൻ ആൻഡ് മൊബൈൽ ഫോൺ അല്ലേ, TV, മൊബൈൽ ഫോൺ എന്നിവ ശ്രദ്ധിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നത് അത് തെറ്റാണ്. എവരി വൺ ഇൻ ദ ഫാമിലി ഈറ്റ് ടുഗദർ അറ്റ് ഹോം, നമ്മൾ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് അത് ശരിയാണ്, നല്ല നടപടികളാണ് അല്ലേ. പിന്നെ ഈറ്റിംഗ് വെരി ലിറ്റിൽ ഫുഡ് അല്ലേ, അങ്ങനെയുണ്ട്. ഈറ്റിംഗ് വെരി ലിറ്റിൽ ഫുഡ്, വളരെ കുറച്ച് മാത്രം ആഹാരം കഴിക്കുന്നതോ, അല്ല, ആവശ്യത്തിന് കഴിക്കണം അല്ലേ, അത് പോകണ്ട. ഈറ്റിംഗ് മോർ ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, വറുത്തതും പൊരിച്ചതുമായ ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്നത് ശരിയല്ല. ഈറ്റിംഗ് ഓൺലി ദ ഫേവറേറ്റ് ഫുഡ്, ഇഷ്ടമുള്ള ആഹാരം മാത്രം കഴിക്കുന്നത്, ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചാൽ പറ്റത്തില്ല. നോട്ട് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ ഇല്ലേ, വെള്ളത്തിൻ്റെ അളവ് ആവശ്യത്തിന് നമ്മൾ കഴിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ അല്ലേ, പിന്നെ വെള്ളം ആവശ്യമായ അളവിൽ നമ്മൾ നോട്ട് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം ആവശ്യമായ അളവിൽ കുടിക്കുന്നില്ല എന്നുള്ളതിൽ അത് തെറ്റാണ്. ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ് ഇൻ ബിറ്റ്വീൻ അല്ലേ, എന്ന് വെച്ചാൽ ഇടനേരങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് നമ്മൾ കഴിക്കുന്നത് അതും ശരിയല്ല. ഈറ്റിംഗ് ഹെൽത്തി സ്നാക്സുകൾ, ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് അത് ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് 1, 2, 3, 4, 5 എണ്ണേ ഉള്ളൂ കേട്ടോ ഉള്ളത്, ബാക്കിയൊന്നും ശരിയല്ല എന്നാണ് ടിക്കിട്ടത് 5 എണ്ണം. ഓക്കെ ആണോ? ഓക്കെ, ഫുഡ് ആൻഡ് എക്സസൈസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പാർട്ടിൽ 17 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ആർ ദ 2 ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗുഡ് ഹെൽത്ത്? നമുക്ക് നല്ല ആരോഗ്യം വേണ്ടുന്ന 2 ഘടകങ്ങളാണ് ന്യൂട്രീഷൻ, ഡയറ്റ് ആൻഡ് പ്രോപ്പർ എക്സസൈസ്. പോഷകാഹാരമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക, ശരിയായി വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇമ്പോർട്ടൻസ് ഫോർ ഗുഡ് ഹെൽത്തിന് അല്ലേ. അപ്പോൾ ഈ 17 ക്വസ്റ്റ്യൻ, ഇനി ഒരു പാർട്ട് കൂടെ ഉള്ളൂ, 1, 2 പാർട്ടും കൂടി ഇടുമ്പോൾ ആ ചാപ്റ്റർ തീർന്നു. നമ്മുടെ ഈ 2 എണ്ണം വേണം അല്ലേ, 2 പാർട്ട് കൂടെ വേണം മൊത്തം എഴുതണ്ടേ. അതോടെ ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കുക നിങ്ങൾ കേട്ടോ, വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യുക കേട്ടോ, കമൻറ്റ് പറയണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.